ഹായ്, ഇന്ന് നമ്മൾ കുറച്ച് ചെറിയ ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് ജിയോളജിയിലെ ലാസ്റ്റ് കുറച്ച് ടോപ്പിക്സ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പോ ഷീറ്റ്. ടോപ്പോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ യൂഷ്വലി കണ്ടിട്ടുള്ള ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ടുണ്ടാകും, കേരളത്തിൻ്റെ മാപ്പ് കണ്ടിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് തന്നെയാണ്, പക്ഷേ എക്സ്ട്രാ കുറച്ച് ഇൻഫർമേഷനും കൂടി ഈ ഒരു ടോപ്പോ ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കും. അത് ഈ സർവേയേഴ്സിനും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സിനും ഒക്കെ സ്പെസിഫിക് ആയിട്ട് അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൈറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷനോ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻസ് കുറേ കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മുടെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ലാൻഡിൻ്റെ ഒരു 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. കോണ്ടൂർ ലൈൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. കോണ്ടൂർ ലൈൻസ് ഉണ്ടായിരിക്കും, പല പല കാര്യങ്ങളുടെ സിമ്പിൾസ് ഉണ്ടായിരിക്കും, ലേബിൾസ് ഉണ്ടായിരിക്കും, ചില മാൻമെയ്ഡ് ഫീച്ചേഴ്സിൻ്റെയും നാച്ചുറൽ ഫീച്ചേഴ്സിൻ്റെയൊക്കെ ലൊക്കേഷനും മൗണ്ടെയ്ൻസിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം പല പല സിമ്പിൾസും ലൈൻസും ഒക്കെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ടോപ്പോ ഷീറ്റിനകത്ത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ ഒരു റൈറ്റിൽ കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് സ്പെസിഫിക്കലി കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ കണ്ടന്റ്സ് ഓഫ് ടോപ്പോ ഷീറ്റ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തത് ഷീറ്റ് നമ്പർ. അതായത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ഇന്ത്യയുടെ ഒറ്റ മാപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ടോപ്പോ ഷീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. അതായത് ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പോ ഷീറ്റ് ആയിരിക്കും. ഇപ്പോൾ കേരളത്തിനെ തന്നെ ഒരു 10-12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓരോ ടോപ്പോ ഷീറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പോ ഷീറ്റിനും ഓരോ ഷീറ്റ് നമ്പർ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ഷീറ്റ് നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ജിയോളജിക്കൽ ഏരിയയെ റെപ്രസെന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ സ്കെയിലാണ്. അതായത് ഈ ഒരു ടോപ്പോ ഷീറ്റിലെ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത് ഗ്രൗണ്ടിലെ എത്ര ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്കെയിൽ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഗ്രിഡ് ലൈൻസ് ആണ്. അതായത് ഈ ഒരു ടോപ്പോ ഷീറ്റിന്റെ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പർട്ടിക്കുലർ മാപ്പിനെ പല പല ഗ്രിഡായിട്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഗ്രിഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അതിനകത്ത് ഈസ്റ്റിംഗ് എന്നും നോർത്തിങ് എന്നും പറഞ്ഞ 2 വാല്യൂസ് ഉണ്ടായിരിക്കും. അതിന്റെ ലൊക്കേഷനെ മാർക്ക് ചെയ്യുന്ന വാല്യൂസ് ആണ് അതൊക്കെ. ഓക്കെ, ഇനി ഓരോ ഗ്രിഡിനും ഓരോ ചെറിയ സെല്ലിനകത്തും ഗ്രിഡ് റെഫറൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതൊരു വാല്യൂ, അതും ഒരു നമ്പറാണ്. ആ റെഫറൻസ് വെച്ചിട്ട് ഏത് ഏരിയയാണ് ആ ഒരു ഗ്രിഡ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ലേമാനിന് മനസ്സിലാക്കാൻ പാടായിരിക്കും, പക്ഷെ ഒരു സർവേയറിന് അത് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഡയറക്ഷൻ. അത് ഒബ്വിയസ്ലി ഒരു മാപ്പിനകത്ത് ഡയറക്ഷൻ കാണിച്ചേക്കുന്ന ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. കാര്യം ഒരു ഇന്ത്യയുടെ മാപ്പിലായാൽ പോലും നോർത്ത് ഡയറക്ഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തും ഒരു ഡയറക്ഷൻ സിമ്പിൾ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ലെജൻഡ് ആൻഡ് കീസ്. ലെജൻഡ് ആൻഡ് കീസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു മാപ്പിനകത്ത് കുറേ സിമ്പിൾസും ലൈൻസും പല പല കളേഴ്സുള്ള ലൈൻസോ അല്ലെങ്കിൽ സർക്കിൾസോ ഡോട്ട്സോ കാര്യങ്ങളൊക്കെ കാണും. അത് പല ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് ആയിരിക്കും. ആ സിമ്പിൾസ് ഒക്കെ എന്താണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചെറിയ ടേബിൾ പോലത്തെ ഒരു സംഭവം ഈ ഒരു മാപ്പിനകത്ത് കാണും. അത് നിങ്ങൾ നോർമൽ മാപ്പിനകത്ത് നോക്കിയാലും അങ്ങനത്തെ ഒരു ടേബിൾ കണക്കിന് ഒരു സംഭവം ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ലെജൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോണ്ടൂർ ഇന്റർവൽ. കോണ്ടൂർ ലൈൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, എലിവേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്ന് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് കോണ്ടൂർ ലൈൻസ് ഈ ഒരു ടോപ്പോ ഷീറ്റിനകത്ത് കാണും. ആ ഡിഫറെൻറ്റ് കോണ്ടൂർ ലൈൻസിൻ്റെ ഇൻ്റർവെൽ എന്താണ്, അതായത് ഡിഫറൻസ് ഇൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് എന്താണ് എന്നുള്ളതാണ് ഈ കോണ്ടൂർ ഇൻ്റർവെൽ. അതിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു ടോപ്പോ ഷീറ്റിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഇനി സ്പോട്ട് ഹൈറ്റ്സ്. സ്പോട്ട് ഹൈറ്റ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡിഫറെൻറ്റ് റാൻഡം ലൊക്കേഷനിലുള്ള ഹൈറ്റ്സ് നമുക്ക് അതിനകത്ത് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഉണ്ടായിരിക്കും ഈ ഒരു ടോപ്പോ ഷീറ്റിൽ. അത് റാൻഡം ആയിട്ടുള്ള ഹൈറ്റ്സ് ആയിരിക്കും. ആ ഹൈറ്റ്സിനെയാണ് നമ്മൾ സ്പോട്ട് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പോ ഷീറ്റിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തിനാണ് ഈ ടോപ്പോ ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ നോർമൽ മാപ്സ് ഉണ്ട്, പിന്നെ ടോപ്പോ ഷീറ്റ്സ് ആണ്. ഈ ടോപ്പോ ഷീറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ സർവേയേഴ്സിലും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പോ ഷീറ്റ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ ഇൻഫർമേഷൻ ഫോർ ദ സർവേയേഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ബെഞ്ച് മാർക്ക് ഉണ്ടാവും, ബേസ് ലൈൻ ഉണ്ടാവും. നമ്മൾ സർവേ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ബെഞ്ച് മാർക്ക്, എന്താണ് ബേസ് ലൈൻ എന്നൊക്കെ നമ്മൾ സർവേയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായിരിക്കും ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ടോപ്പോ ഷീറ്റിനകത്ത്. ഇപ്പോൾ ഇൻ കേസ് ഒരു വലിയൊരു പ്രോജക്റ്റ് വരികയാണ്, ഒരു സിവിൽ എഞ്ചിനീയർ ഒരു സൈറ്റിൽ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഈ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഇനിഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ടോപ്പോ ഷീറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റോ അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോജക്റ്റോ അല്ലെങ്കിൽ ബ്രിഡ്ജോ ടണൽസോ ഡാംസോ ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഏരിയയിലുള്ള ടോപ്പോളജി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടോപ്പോ ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് സ്ട്രക്ചറൽ മാപ്പ്.
നമ്മൾ ടോപ്പോ ഷീറ്റ് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഏരിയയുടെ 3D ഏരിയയുടെ 2D റെപ്രസെൻറ്റേഷൻ ആണ് ടോപ്പോ ഷീറ്റ് എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഒരു ഏരിയയിൽ മേലേന്ന് നോക്കുമ്പോൾ എങ്ങനെ കാണാൻ പറ്റുന്നോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ടോപ്പോ ഷീറ്റ്. പക്ഷേ സ്ട്രക്ചറൽ മാപ്പിംഗ് എന്ന് പറയുന്നത് സബ് സർഫസ് ലെവലിലുള്ള മാപ്പിംഗ്. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ നമ്മൾ കുറേ ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഫോൾട്ട് പഠിച്ചിട്ടുണ്ട്, ജോയിൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അകത്ത് താഴോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഈ 3 സ്ട്രക്ചേഴ്സ്. അപ്പോൾ ആ താഴോട്ട് അതായത് ഇൻസൈഡ് ദ ഗ്രൗണ്ട് അതെങ്ങനെയാണ്, അതിൻ്റെ എന്താ ജിയോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രക്ചറൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഒരു സിമ്പിൾ സ്ട്രക്ചറൽ മാപ്പാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു ഫോൾട്ട് ലൈനിൻ്റെ അകത്തൂടി അവിടുത്തെ സോൺസ് ഒക്കെ എങ്ങനെയാണത്, ഡേഞ്ചറസ് ആണോ, സീസ്മിക് ആക്ടിവിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഈ സ്ട്രക്ചറൽ മാപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻഡെപ്ത് ഒരു ഡീറ്റെയിൽ നമുക്ക് ഒരു ഏരിയയെക്കുറിച്ച് വേണം എന്നുണ്ടെങ്കിലാണ് ഈ സ്ട്രക്ചറൽ മാപ്പിംഗ് നമ്മൾ ചെയ്യുക. ഓക്കെ, സീസ്മിക് സർവേയിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചറൽ മാപ്പിംഗ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഏരിയയിൽ നമുക്ക് ഗ്യാസോ അല്ലെങ്കിൽ ഗ്യാസ് റിസർവ്സോ അല്ലെങ്കിൽ ഓയിൽ റിസർവ്സോ ഒക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം അവിടുത്തെ ക്രസ്റ്റൽ ഡീഫോർമേഷൻ ഉണ്ട്, അവിടുത്തെ എത്രത്തോളം സ്ട്രെസ് ആ ഒരു ക്രസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു സീസ്മിക് സർവേയിങ് വെച്ചിട്ട് മാത്രമേ ഒരു ഏരിയയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റൂ. അങ്ങനെ ആ ഒരു പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്ട്രക്ചറൽ മാപ്പിംഗ് ചെയ്യുന്നത്. അങ്ങനെ മാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഏരിയയിലെ ക്രസ്റ്റൽ മൂവ്മെന്റിനെ കുറിച്ചും അവിടെ ഉണ്ടാകാൻ പോകുന്ന പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ലൈക്ക് എർത്ത് ക്വേക്സിനെ, ലാൻഡ് സ്ലൈഡ്സിനെ അല്ലെങ്കിൽ വോൾക്കാനിക് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ സ്ട്രക്ചറൽ മാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്ലൈനോമീറ്റർ കോമ്പസ് ആണ്. ക്ലൈനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്ലൈനോമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ക്ലൈൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്നാണ് അർത്ഥം. മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതൊരു കോമ്പസ്, ഇതൊരു ടൈപ്പ് ഓഫ് കോമ്പസ് തന്നെയാണ്. ഇതിൽ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിഷ്യലി ജിയോളജി പഠിച്ചപ്പോഴത്തേക്കും ഡിപ്പും സ്ട്രൈക്ക് ഡയറക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലൈനോമീറ്റർ കോമ്പസ് യൂസ് ചെയ്യുക. ഇതിനകത്തുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 to 360 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാർക്കിംഗ്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0യിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ ഒരു മാർക്കിംഗ് പോയേക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഈസ്റ്റ് വരേണ്ടടുത്ത് വെസ്റ്റ് ആണ് വന്നേക്കുന്നത്. അതായത് ഈസ്റ്റും വെസ്റ്റും ഇൻ്റർചേഞ്ച്ഡ് ആയിട്ടാണ് ഇരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബേസ് പ്ലേറ്റ് ഉണ്ടാവും, അതിൻ്റെ പുറത്തൊരു കോമ്പസ് ഉണ്ടാവും. ആ ബേസ് പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ചേക്കുന്ന കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഡിപ്പിൻ്റെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുക. ആ പ്ലേറ്റ് എന്ന് പറയുന്ന അയൺ ആവാം, പ്ലാസ്റ്റിക് ആവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സർക്കിൾ എന്ന് പറയുന്നത് 0 to 360 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നോർമൽ കോമ്പസിനെക്കാട്ടിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുക. ഓക്കെ, ഇതിനകത്ത് ഈ ക്ലൈനോമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇൻക്ലൈൻസും മെഷർ ചെയ്യാൻ പറ്റും, ഡിക്ലൈൻസും മെഷർ ചെയ്യാൻ പറ്റും. ഇൻക്ലൈൻസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് സ്ലോപ്പ്, അതായത് മേലോട്ട് പോകുന്ന സ്ലോപ്സിലാണ് നമ്മൾ ഇൻക്ലൈൻസ് എന്ന് പറയുക. ഡിക്ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും താഴോട്ടാണ് ഒരു റോക്ക് സ്ട്രക്ചർ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഡിക്ലൈൻ എന്ന് പറയും. ആ ഒരു നെഗറ്റീവ് സ്ലോപ്പ് നമുക്ക് എന്താണ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അത് 3 ഡിഗ്രിയിലാണ് മെഷർ ചെയ്യുന്നത്, അതായത് 3 യൂണിറ്റ്സിലാണ് മെഷർ ചെയ്യുന്നത്. ഡിഗ്രീസിൽ മെഷർ ചെയ്യാം, പെർസെൻറ്റേജിൽ മെഷർ ചെയ്യാം. അതുപോലെ ടോപ്പോ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമുക്ക് ആ ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ഒറിജിനലി ഉള്ളൊരു ഫിഗർ. അടുത്തത് ബ്രണ്ടൺ കോമ്പസ്. അതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ക്ലൈനോമീറ്ററിനെക്കാട്ടിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പസ് ആണ് ഈ ഒരു ബ്രണ്ടൺ കോമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ ആംഗുലർ മെഷർമെൻറ്റ് നമുക്കൊരു ഫീൽഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യും. ഓക്കെ, ഇത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷണൽ ഡിഗ്രി അത് മെഷർ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്ലൈനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ആക്യുറേറ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രണ്ടൺ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ ഡിപ്പും സ്ട്രൈക്കും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു കോമ്പസ് നീഡിലും ക്ലൈനോമീറ്ററും ഹാൻഡ് ലെവൽ, ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് ബ്രണ്ടൺ കോമ്പസ്. ഈ ഫിഗറിനകത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെവലുണ്ട്. ഒരു ബുൾസൈ ലെവലുണ്ട്, ഒരു നോർമൽ ലെവലുണ്ട്. നിങ്ങൾ സർവേയിങ് ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ 2 ടൈപ്പ് ഓഫ് ലെവൽസും അതുണ്ടാവും. പിന്നെ ഇത് ബ്രാസും അലുമിനിയവും വെച്ചിട്ടാണ് ഇത്
കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. ഇതിനകത്തൊരു ലിഫ്റ്റ് പിൻ ഉണ്ട്. അതായത് ഈ കോമ്പസിന്റെ നീഡിലിന്റെ ഫ്ലക്ച്വേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലിഫ്റ്റ് പിൻ ഉണ്ടായിരിക്കുക. ബാക്കി ലെവൽസ് എന്നൊക്കെ പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാൻ വേണ്ടി അതിന് മുന്നേ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഫറെൻറ്റ് 2 ടൈപ്പ് ഓഫ് ലെവൽസ്, അതായത് ബുൾസൈ ലെവലും ട്യൂബ് ലെവലും ഉള്ളത്. ഇത് ജസ്റ്റ് ഒരു ഡയഗ്രാം ആണ്. ഓക്കെ, താങ്ക് യു.